ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ഒറ്റപ്പാലത്ത് കുടിവെള്ള പ്രതിസന്ധി രൂക്ഷം. നഗരസഭയ്ക്കും വാട്ടർ അതോറിറ്റിക്കുമെതിരെ ബിജെപി രംഗത്ത്. ഒറ്റപ്പാലത്ത് കുടിവെള്ള പ്രശ്നം രൂക്ഷം. ജനങ്ങളുടെ കുടിവെള്ള ബുദ്ധിമുട്ട് നഗരസഭയും വാട്ടർ അതോറിറ്റിയും കാണുന്നില്ല എന്ന ആരോപണവുമായി ബിജെപി രംഗത്തെത്തിയിരിക്കുകയാണ്. ഒറ്റപ്പാലം നഗരസഭയിലെ കണ്ണിയമ്പുറം, പനമണ്ണ സൗത്ത് ഭാഗങ്ങളിലാണ് രൂക്ഷമായ കുടിവെള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. 5 ദിവസം കൂടുമ്പോഴാണ് ഈ ഭാഗത്തേക്ക് വെള്ളം എത്തുന്നത്. ആവശ്യത്തിന് വെള്ളമുള്ള തടയണ ഉണ്ടായിട്ടും ഈ വെള്ളം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ വാട്ടർ അതോറിറ്റിയും നഗരസഭയും പരാജയപ്പെട്ടെന്നാണ് ഇവർ ആരോപിക്കുന്നത്. നിലവിലെ കുടിവെള്ള പദ്ധതിക്ക് മുൻപ് വിജയകരമായി ഈ പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തിച്ചിരുന്ന കണ്ണിയമ്പുറത്തെ പമ്പ് ഹൗസ് പുനഃസ്ഥാപിക്കാത്തതും ബിജെപി കൗൺസിലർമാർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചു. കഴിഞ്ഞ കൗൺസിലിൽ ഇതിനായി തുക വകയിരുത്തി അത് കൈമാറിയിട്ടും പുതിയ ഭരണസമിതി വന്നിട്ട് പോലും ആ പദ്ധതി പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും മുൻ നഗരസഭാ കൗൺസിലർ സജിത് പറഞ്ഞു. കുടിവെള്ള വിതരണം കണ്ണിയമ്പുറത്തേക്കും പനമണ്ണയ്ക്കും സമയബന്ധിതമായി നടത്തുന്നതിനും വേണ്ട തീരുമാനങ്ങളെടുത്ത് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിന് ഈ പറയുന്ന കുടിവെള്ള പദ്ധതി പുനഃസ്ഥാപിക്കാൻ വേണ്ട തുക ഉൾപ്പെടെ കൈമാറിയതാണ്. എന്നാൽ പുതിയ ഭരണസമിതി വന്നിട്ടും ഈ പറയുന്ന കുടിവെള്ള പദ്ധതി പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ജനങ്ങളുടെ ബുദ്ധിമുട്ട് നഗരസഭയും വാട്ടർ അതോറിറ്റിയും കാണുന്നില്ല എന്നും കൗൺസിലർമാരെ ജനങ്ങൾ വിളിച്ച് ബുദ്ധിമുട്ടുകൾ അറിയിക്കുന്നുണ്ട് എന്നും സജിത് പറഞ്ഞു. ജനങ്ങളുടെ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഈ കുടിവെള്ളം കിട്ടാത്ത ദുരിതമോ ഒറ്റപ്പാലം നഗരസഭയും വാട്ടർ അതോറിറ്റിയും കാണുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ പനമണ്ണയിലുള്ള 35, 36, 37 വാർഡുകളിലെ കൗൺസിലർമാർ ഇവിടെ ഉണ്ട്. നിരന്തരം ജനങ്ങൾ വിളിച്ച് പറയുന്ന പരാതി ഈ കുടിവെള്ള വിഷയവുമായി ബന്ധപ്പെട്ടാണ്. കണ്ണിയമ്പുറത്തെ പമ്പ് ഹൗസ് പുനഃസ്ഥാപിച്ചാൽ ഈ പ്രദേശത്തെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാവുമെന്നും ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഗണിച്ചുകൊണ്ട് നഗരസഭ ഇത് പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും മുൻ കൗൺസിലർ സജിത് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു ബദൽ സംവിധാനം ഉണ്ടാക്കുന്നതിനും കുടിവെള്ള പ്രശ്നം വാട്ടർ അതോറിറ്റിക്ക് കുടിവെള്ളം എത്താതെ ഇരിക്കും, വാട്ടർ അതോറിറ്റി കുടിവെള്ളം പമ്പ് ചെയ്യാതെ ഇരിക്കുന്ന സമയങ്ങളിൽ നമ്മുടെ ഈ കണ്ണിയമ്പുറം പ്രദേശത്തെ കുടിവെള്ള പദ്ധതി നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞാൽ പനമണ്ണയിലെയും കണ്ണിയമ്പുറത്തെയും കുടിവെള്ള പ്രതിസന്ധി പരിഹരിക്കാനാവും. ഈ പ്രദേശങ്ങളിലെല്ലാം സാധാരണക്കാരാണ് ഉള്ളതെന്നും ടാങ്കറിൽ വെള്ളം എത്തിക്കാനുള്ള സൗകര്യവും നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാത്ത സ്ഥിതിക്ക് പമ്പ് ഹൗസ് അതിവേഗത്തിൽ പുനഃസ്ഥാപിക്കണമെന്ന് കൗൺസിലർ വിനീത പറഞ്ഞു. കണ്ണിയമ്പുറത്തുള്ള പമ്പ് ഹൗസ് നേരേക്ക് തന്നാൽ തീരാവുന്നതേ ഉള്ളൂ. അതിനുള്ള ബദൽ സംവിധാനം എത്രയും പെട്ടെന്ന് ചെയ്തു തന്ന് ഞങ്ങളുടെ പ്രദേശവാസികൾക്ക് കുടിവെള്ളക്ഷാമം എന്നുള്ളത് നേരിടാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരണമെന്നാണ് പറയാനുള്ളത്. കൗൺസിലർമാരായ അർച്ചന, സജിത്, അജീഷ് എന്നിവരും സംബന്ധിച്ചു.